രാഷ്ട്രീയത്തിൽ കനൽ പെയ്യുന്ന ഒരു പകൽ കൂടി കടന്നുപോകുമ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് പാലക്കാടൻ കോട്ടയിലേക്കാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ കേരളത്തെ ഞെട്ടിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 134 പോലീസ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര സ്ഥലംമാറ്റത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൽ പിടിമുറുക്കുമ്പോൾ മറുഭാഗത്ത് വി.ഡി. സതീശൻ തന്റെ കേരള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ഇത്തവണ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കടിഞ്ഞാൺ ഡൽഹിയിൽ ഹൈക്കമാൻഡ് നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യം. പാലക്കാട് മണ്ഡലത്തിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനുള്ള നീക്കം സജീവമാകുന്നത് നിലവിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മുൻപന്തിയിലുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന ലൈംഗിക പീഡന ആരോപണങ്ങളും കേസുകളും കോൺഗ്രസിനെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ കളങ്കം കഴുകിക്കളയാനും ബി.ജെ.പിയുടെ സ്വാധീനത്തെ തകർക്കാനും ഒരു ക്ലീൻ ഇമേജ് ഉള്ള വ്യക്തിത്വത്തെയാണ് കോൺഗ്രസ് തിരയുന്നത്. സനിൽ കനുകോലുവിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥിനെ പാലക്കാട് കളത്തിലിറക്കാൻ ഹൈക്കമാൻഡ് സത്യത്തിൽ തീരുമാനിച്ചതായാണ് വിവരം. കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് തന്റെ IAS കുപ്പായം വലിച്ചെറിഞ്ഞ് പുറത്തുവന്ന കണ്ണൻ ഗോപിനാഥൻ ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള വ്യക്തിയാണ്. മുമ്പ് മെട്രോമാൻ ശ്രീധരനെ ബി.ജെ.പി അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ തരംഗത്തേക്കാൾ മികച്ച രീതിയിൽ ഒരു യുവാവായ മുൻ IAS ഉദ്യോഗസ്ഥനെ മുൻനിർത്തി പ്രതിരോധം തീർക്കാമെന്നാണ് ഹൈക്കമാൻഡ് കണക്കുകൂട്ടുന്നത്. പ്രളയകാലത്ത് ഒരു സാധാരണക്കാരനായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കണ്ണൻ ഗോപിനാഥന്റെ ചിത്രം കേരളത്തിന്റെ മനസ്സിലുണ്ട്. കോട്ടയം സ്വദേശിയാണെങ്കിലും പാലക്കാടുമായി അദ്ദേഹത്തിനുള്ള പഴയ ബന്ധവും 40-കാരനായ അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയും വോട്ടായി മാറുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾക്കിടയിൽ ഈ പുതിയ പരീക്ഷണം പാലക്കാട് മണ്ഡലത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.